ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ വാങ്ങിക്കൊടുത്ത വിഷുക്കോടിയും നെക്ലസും വളയും എല്ലാം അണിഞ്ഞ് കരുണയും ദുർഗയും ഉണ്ണിയോടൊപ്പം സന്തോഷത്തോടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. അവരുടെ രണ്ടുപേരുടെയും മതിമറന്നുള്ള സന്തോഷം കാണുമ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷിക്കേണ്ട എന്നും ചിലപ്പോൾ ഈ സന്തോഷത്തിനേക്കാൾ ഇരട്ടിയായിട്ട് കരയേണ്ടി വരുമെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ടെങ്കിലും കരുണയും ദുർഗയും ഉണ്ണിയുടെ വാക്കുകളെ സീരിയസ് ആയിട്ടൊന്നും എടുക്കാതെ കളിയാക്കി ചിരിച്ച് തള്ളുകയാണ്. ഉണ്ണിയാണെങ്കിൽ അയാളെ മിക്കവാറും കാണാൻ പോകുന്നത് ഇന്ന് അവരെ തന്നെയായിരിക്കും. അയാളുടെ പുറകെ പോയി സത്യം കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നു. അങ്ങനെ കണ്ണൻ ഉണ്ണിയും ദുർഗയും കരുണയും അമ്പലത്തിലേക്ക് പോയ പുറകെ മഹി വാങ്ങിക്കൊടുത്ത വിഷുക്കോടിയെല്ലാം ധരിച്ച് പോകാനായിട്ട് റെഡിയാവുന്നു. ഇതേ സമയം അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന മഹിയും മഞ്ജു ആണെങ്കിൽ കാണുന്നത് ദുർഗയും ഉണ്ണിയും കരുണയാണ്. നല്ലൊരു വിഷുവായിട്ട് കാണാൻ ആഗ്രഹമില്ലാത്തവരുടെ മുന്നിൽ തന്നെ വന്ന് ചാടി എന്ന് പറഞ്ഞുകൊണ്ട് കരുണ കലി തുള്ളുന്നുണ്ട്. തുടർന്ന് ആരോ വിളിച്ചറിയിച്ചതുപോലെയാണല്ലോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് കരുണ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും ചോദിക്കാനുള്ളത്. നിങ്ങളെപ്പോലെ വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അതോടെ ആ വർഷം തന്നെ പോയി കിട്ടും എന്ന് മഞ്ജു പറയുമ്പോൾ മിക്കവാറും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ മേഘനെ ചതിച്ച ആ സാഗർ തന്നെയായിരിക്കും. എടി മഞ്ജു, ഇവർ രണ്ടുപേരും കൂടെ നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ദിവസം നിങ്ങളെല്ലാവരും അതറിയും. അന്ന് നിങ്ങളായിരിക്കും മരവിച്ചതുപോലെ നിൽക്കാൻ പോകുന്നത് എന്ന് മഹി ചുട്ട മറുപടി തന്നെ ദുർഗയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ മഹിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ തൻ്റെ സംശയം ഇരട്ടിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നതെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാൻ നോക്ക്. വെറുതെ എൻ്റെ ഏറ്റെത്തിയ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോലെ ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്ന് മഞ്ജുവും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു അവർക്ക് എല്ലാവർക്കും നല്ല ചുട്ട മറുപടി കൊടുത്ത് മഹിയെ വിളിച്ചുകൊണ്ട് അവിടെ വന്ന് പോകുന്നു. തുടർന്ന് കരുണയും ദുർഗയും അവിടെ വിട്ടിട്ട് ഉണ്ണി പോകാൻ തുടങ്ങുമ്പോൾ ഇവിടം വരെ വന്നതല്ലേ മോനെ, ഒന്ന് കയറി തൊഴുതിട്ട് പോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഉണ്ണി അത് അനുസരിക്കുന്നില്ല കേട്ടോ. തുടർന്ന് നിങ്ങൾ തൊഴുത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടെ നിൽക്കുക, ഞാൻ അപ്പോഴത്തേക്കും വരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേഗം വന്നേക്കണം, ഇത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ദൈവത്തിനോട് പോലും എനിക്കിപ്പോൾ ദേഷ്യം തോന്നുകയാണെന്നും അയാളുടെ എല്ലാ ചതിക്കും കൂട്ടു നിൽക്കുന്ന ദൈവത്തിന് ഞാൻ ഇനി വണങ്ങില്ല, എല്ലാം തെളിവ് സഹിതം പിടിപ്പിക്കപ്പെടാൻ സാധിച്ചാൽ ദൈവം എൻ്റെ ഉണ്ടെന്ന് ഞാൻ കരുതും എന്നെല്ലാം അമർഷത്തോടെ സ്വയം പറയുന്നുണ്ട് ഉണ്ണി. ശേഷം ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നവൾ മുടിഞ്ഞു പോണേ എന്ന് ദുർഗയും എൻ്റെ കുഞ്ഞു പോയതുപോലെ അവൾക്കും കുഞ്ഞിനെ നഷ്ടപ്പെടണേ, കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്നു ചേരണേ എന്നെല്ലാം കരുണയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയം കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്ക് പോകാനായിട്ട് കാറിൽ കയറുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ സുമേഷ് പറയുന്നുണ്ട്, നല്ലൊരു വിഷുവായിട്ട് സാറിന് ഇങ്ങനെ ഒളിച്ചും പാത്തും ഭാര്യയെ കാണാൻ പോകേണ്ടി വരുന്ന അവസ്ഥ അത് കഷ്ടം തന്നെയാണെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി സുമേഷ് ഏട്ടാ. എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും അകറ്റി നിർത്തി എനിക്ക് അധിക നാളൊന്നും ജീവിക്കാനായിട്ട് പറ്റില്ല. ഞങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കണം, അതിനുവേണ്ടി ഇത്തിരി റിസ്ക് ഒക്കെ എടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ ഉണ്ണിയുടെ ചതിയൊന്നും അറിയാതെ കണ്ണൻ നേരെ അവിടെ നിന്നും പോകുന്നു. അതിനിടയിലാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് കണ്ണൻ വിഷുവായിട്ട് മാർക്കോ മുൻപ് കണ്ണനെ കൊണ്ടുപോയിട്ടുള്ള ഒറ്റയ്ക്കുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് കണ്ണൻ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അവിടെ വെച്ച് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയെ കണ്ണൻ കാണുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മയെ കാണുന്നതും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് അമ്മ കണ്ണന് വിഷു കൈനീട്ടമായിട്ട് ഒരു വെള്ളി നാണയം നൽകുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, മഹിയും അമ്മയെ പോലെ ഒരമ്മയെ പലപ്പോഴായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കാണാറുണ്ട്, ഈ അമ്മയും മഹി കാണാറുള്ള അമ്മയും ഒരാളാണോ എന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഒന്നും നൽകുന്നില്ല. തുടർന്ന് ഇനി നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നും ആ കുഞ്ഞ് പിറക്കുന്നതോടെ നിങ്ങളുടെ എല്ലാ ദശാസന്ധിയും ഒഴിഞ്ഞു പോകുമെന്നും അമ്മ ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. തുടർന്ന് മോൻ്റെ അനിയൻ തന്നെ സംശയത്തിൻ്റെ നിഴലുമായിട്ട് മോൻ്റെ പുറകെയുണ്ട് എന്നുള്ള അമ്മയുടെ ആ പ്രവചനം കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കണ്ണൻ തൊഴുതിറങ്ങുന്നതും മാർക്കോയെയും ലോപ്പസിനെയും കാണുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കാണാറുള്ള സിദ്ധിയായിട്ടുള്ള അമ്മയെ കണ്ടു എന്നും അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്നും ഉണ്ണിക്ക് എന്തോ സംശയം ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് എന്നെല്ലാം അമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണൻ മാർക്കോയെ അറിയിക്കുമ്പോൾ സാർ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അവൻ്റെ കാര്യം ഞാൻ ഏറ്റു.
നിങ്ങളായിട്ട് ഈ നാടകം പൊളിക്കാതെ മറ്റുള്ളവർക്ക് ആർക്കും ഈ രഹസ്യം ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നും മാർക്കോ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കണ്ണന്. പിന്നീട് മാർക്കോ ലോപ്പസിനോട് പറയുന്നുണ്ട്, ഇന്ന് മിക്കവാറും അവൻ അവിടെ വരാൻ സാധ്യതയുണ്ട്. അവൻ കണ്ണൻ സാറിൻ്റെ അനിയനല്ല, അന്തകനാണ്. അവൻ്റെ അന്തകൻ ഞാനും എന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ ലോപ്പസിനോട്. അങ്ങനെ കണ്ണനോ മഹാലക്ഷ്മിയോ ഒന്നും അറിയാതെ അവരുടെ നാടകം രഹസ്യമായിട്ട് പൊളിച്ചടുക്കി. സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണം എന്ന് കരുതിയിരുന്ന ഉണ്ണിയുടെ ആ സംശയത്തെക്കുറിച്ചുള്ള ഒരു സൂചന കണ്ണൻ ഇപ്പോൾ സിദ്ധയായിട്ടുള്ള അമ്മ നൽകിയിരിക്കുകയാണ്. എന്തായാലും മാർക്കോയും കണ്ണനും ഒക്കെ ഇപ്പോൾ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ സത്യം അന്വേഷിച്ചെത്തുന്ന ഉണ്ണിക്ക് നല്ല തിരിച്ചടി തന്നെയായിരിക്കും മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്